ഹലോ. ഇത് നമ്മളെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിലേക്ക് ഇതേ സവോള അരിഞ്ഞതുണ്ട്, ചുവന്നുള്ളി ഉണ്ട്, പിന്നെ അതുപോലെ പച്ചമുളക് ഉണ്ട്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതുണ്ട്, പിന്നെ ഇതേ തക്കാളി അരിഞ്ഞതുണ്ട് കേട്ടോ. പിന്നെ ഒരു തേങ്ങയുടെ പാലാണ്, രണ്ടാം പാലാണിത്. പിന്നെ അതുപോലെ തന്നെ ഒന്നാം പാലുണ്ട്, പിന്നെ ഒരു ഉരുളൻകിഴങ്ങുണ്ട്, പിന്നെ വേപ്പിൻ്റെ ഇലയുണ്ട്, ചുവന്നുള്ളി അരിഞ്ഞതുണ്ട് കേട്ടോ. പിന്നെ അതേ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നമ്മളൊരു ചിക്കൻ തേങ്ങാപ്പാൽ കറിയാണ് ഉണ്ടാക്കണത്. അതിനായിട്ട് ഇതേ എണ്ണ ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ തന്നെയാണ് എടുക്കണത്, ഓയിൽ അല്ലാട്ടോ എടുക്കണത്. അതിലേക്ക് നമ്മളിത് ആദ്യം തന്നെ ചുവന്നുള്ളിയാണ് ചേർക്കുന്നത്. ചുവന്നുള്ളി ജസ്റ്റ് നടുവൊന്ന് കീറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അരിഞ്ഞതൊന്നല്ല, നന്നായിട്ട് നടുവ് ഒന്ന് കീറി കൊടുത്തത് മാത്രമാണ്. അത് ചേർത്ത് ഇളക്കിയിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായി വരുന്ന സമയത്ത്, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മളിത് 3 സവോള അരിഞ്ഞതാണ്, 3 സവോള ചെറുതാക്കി അരിഞ്ഞതുണ്ട്, അതുപോലെ തന്നെ 3 പച്ചമുളക് നടുകെ കീറിയതുണ്ട് കേട്ടോ. അതും ചേർത്ത് ഇളക്കാട്ടോ. രണ്ടതും കൂടിയിട്ട് ഒന്ന് മിക്സായി വരട്ടെ. ഇതെല്ലാതും കൂടി ഒന്ന് ചേർത്ത് ഇളക്കാം. ആ ചേർത്ത് ഇളക്കിയിട്ട് ഒന്ന് മിക്സായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാം കേട്ടോ. ഇതൊന്ന് വാടി വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്, പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ ഉപ്പ് ചേർക്കുകയാണ്. ഇപ്പൊ തന്നെ ഉപ്പ് ചേർക്കുന്നുണ്ട്, പിന്നീട് നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ. അതനുസരിച്ചാണ് ഇപ്പോൾ ഉപ്പ് ചേർത്തിട്ടുള്ളത്. ഇനി ഉപ്പ് ചേർത്ത് ഇളക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല ചേർക്കാം കേട്ടോ. വേപ്പിൻ്റെ ഇല ചേർത്ത് ഇളക്കിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇത് ബ്രൗൺ ആയി വരട്ടെ. ബ്രൗൺ ആയി വരുമ്പോഴാണ് ബാക്കിയുള്ളത് ചേർക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. അപ്പൊ തന്നെ നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതില്ലേ, അതും കൂടി ചേർത്തിളക്കാം. അതും കൂടി ചേർത്ത് ഇളക്കിയിട്ട് ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ഇളക്കിയിട്ടുണ്ട്. ഇനി അത് മൂത്ത് വരുന്ന സമയത്താട്ടോ നമ്മൾ ഇതിലേക്ക് ബാക്കി സാധനങ്ങളൊക്കെ ചേർക്കാം. അപ്പൊ അതേ നന്നായി ഇളക്കി ചേർത്തിട്ടുണ്ട്. നമുക്കിത് ബ്രൗൺ ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇത് ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് ആദ്യം തന്നെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നീട് മല്ലിപ്പൊടിയാണ് ചേർക്കണത്. 4 സ്പൂണോളം മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. 2 സ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. പിന്നെ ഇതേ കുറച്ച് ഗരം മസാലപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി അതെല്ലാം ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അതിലേക്ക് ഇത് 1.5 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് ഇളക്കാം കേട്ടോ. ആ തക്കാളിയും കൂടി ചേർത്ത് ഇളക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വേവിക്കാം. അപ്പൊ നമുക്കിതേ തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. ഇതൊന്ന് അടച്ച് വേവിച്ച് കഴിഞ്ഞാൽ അതേ നമ്മുടെ തക്കാളിയും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചിക്കൻ ചേർക്കുകയാണ്. ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ട് വാര വെച്ചതാണ് കേട്ടോ. അപ്പൊ അതേ ആ ചിക്കൻ കൂടി ചേർത്ത് ഇളക്കുകയാണ്. ഈ ചിക്കനും ചേർത്തിട്ട് നന്നായി ഇളക്കിയിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കണം, വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ. ചിക്കൻ്റെ നെയ്യൊക്കെ ഞാൻ ഇതിലേക്ക് തന്നെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ മസാലകളെല്ലാം തന്നെ ചിക്കനിലേക്ക് പിടിക്കുന്ന തരത്തിൽ എല്ലായിടും ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ. അത് ഇളക്കി കൊടുത്ത ശേഷം തന്നെ നമുക്കിത് മൂടി വെച്ച് വേവിക്കണം. മൂടി വെച്ച് വേവിക്കുമ്പോഴാണ് ഇതിലേക്ക് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുന്നത് കേട്ടോ. അതും ചെറുതീയിലാണ് മൂടി വെച്ച് വേവിക്കണത്. മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട്. ഒരു 5-10 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ തേങ്ങയുടെ 2ാം പാല് ചേർക്കുകയാണ് കേട്ടോ. തേങ്ങയുടെ 2ാം പാലും കൂടി ചേർത്ത് ഇളക്കിയിട്ട് നമുക്ക് അതും മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം. അത് തിളച്ച് വരട്ടെ. ഒരു 5 മിനിറ്റോളം മൂടി വെച്ച് വേവിച്ചാൽ മതി. അപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്താണ് നമ്മൾ ഇതിലേക്ക് ഉരുളൻകിഴങ്ങ് ചേർക്കണത് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു ഉരുളൻകിഴങ്ങ് ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൂടുതൽ ഉരുളൻകിഴങ്ങ് ചേർക്കാം കേട്ടോ. ഇവിടെ അധികം ഉരുളൻകിഴങ്ങ് ചേർത്ത് കഴിക്കാറില്ല. അപ്പോൾ ഇതേ ഒരു ഉരുളൻകിഴങ്ങ് ഏകദേശം ഇത്ര പോകുന്ന കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇനി അതും കൂടി ചേർത്ത് ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഉരുളൻകിഴങ്ങ് വേവുന്ന വരെയാണ് കേട്ടോ ഇതിൻ്റെ പാകം വരുന്നത്. അപ്പോൾ ഇതേ നോക്കൂ, ഉരുളൻകിഴങ്ങ് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി അടുത്ത ചേരുവകൾ ചേർക്കാം. ഇത് ഏകദേശം ഒരു 15 മിനിറ്റോളം ഞാൻ വേവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉരുളൻകിഴങ്ങ് വെന്തിട്ടുണ്ട്. ഇത് നന്നായി ഇളക്കിയ ശേഷം ഇതിലേക്ക് നമ്മൾ 1ാം പാല് ചേർക്കുകയാണ്. 1ാം പാല് ചേർത്ത് അപ്പം തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി, അല്ലെങ്കിൽ പാല് പിരിഞ്ഞ് പോവും. അപ്പോൾ ഇത് 1ാം പാലും കൂടി ചേർത്ത് ഇളക്കുകയാണ്. 1ാം പാലും കൂടി ചേർത്ത് ഇളക്കിയിട്ടുണ്ട്. അതും കൂടി ചേർത്ത് ഇളക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറവിടാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഇത് നേരത്തെ അരിഞ്ഞു വെച്ച ചുവന്നുള്ളിയില്ലേ, ആ ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ചുവന്നുള്ളി മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് വേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് ഇളക്കി മൊരിച്ചെടുക്കുക. അത് മൊരിച്ചെടുത്തിട്ട് നമ്മുടെ കറിയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ബ്രൗൺ നിറായിട്ടുണ്ട്. അപ്പോൾ ഇത് വേപ്പിൻ്റെ ഇലയും ഒന്ന് വാടിയ ശേഷം നമുക്കിത് ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഓക്കെ ആയിട്ടുണ്ട്. ഇത് നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള കറിയാണ് കേട്ടോ. കട്ടി ഗ്രേവിയാണ്. അപ്പത്തിനും നെയ്ച്ചോറിനും പറ്റിയിട്ടുള്ള കറിയാണ് കേട്ടോ. ചപ്പാത്തിക്കൊക്കെ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് കറി ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.